ഈ ക്ലാസ് സാധാരണക്കാരായ പ്രത്യേകിച്ച് മുതിർന്ന ആളുകൾക്ക്, സഹോദരന്മാർക്ക് പ്രായം തടസ്സമല്ലാതെ എല്ലാവർക്കും പഠിക്കാൻ പറ്റിയ രൂപത്തിലുള്ള വിശുദ്ധ ഖുർആൻ പാരായണം പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പിൽ അംഗമാവാൻ താല്പര്യമുള്ളവർക്കൊക്കെ താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. എന്ത് സംശയങ്ങൾക്കും നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ, സപ്പോർട്ടുകൾ ചെയ്തു തരുന്നതാണ് ഇൻഷാ അല്ലാഹ്. ആരും വിഷമിക്കേണ്ടതില്ല. പാരായണം നമുക്ക് മെച്ചപ്പെടുത്തണം, മനോഹരമാക്കണം. കഴിവിൻ്റെ പരമാവധി നന്നായിട്ട് നല്ല ഇഖ്ലാസോടുകൂടെ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്കൊക്കെ ഇഖ്ലാസും തഖ്വയും അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മനോഹരമായിട്ട് പാരായണം ചെയ്യാൻ നിയമങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ട് പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖത്മുൽ ഖുർആൻ്റെ 115-ാമത്തെ ക്ലാസ്സാണ്. സൂറത്ത് യൂസുഫ് 21-ാമത്തെ ആയത്ത് മുതൽ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഓതുകയും അതിനുശേഷം ഞാൻ ഓതുകയും എന്തെങ്കിലും പിഴവുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് മാറ്റി അതൊക്കെ തെറ്റുകളൊക്കെ തിരുത്തി നമുക്ക് മനസ്സിലാക്കി പാരായണം ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഒന്ന് ഓതി നോക്കുക, എന്നിട്ട് ഞാൻ ഓതി തരും. അപ്പോൾ അതുപോലെയാണോ അല്ലയോ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ, മനസ്സിലാക്കേണ്ടതുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. കുറഞ്ഞ ഭാഗമേ ഓതുന്നുള്ളൂ, ഓതുന്ന ഭാഗങ്ങൾ ക്ലിയറാക്കുക. ഈ ആയത്ത് ഒന്ന് കൂട്ടി നോക്കി. വഖാലല്ലദീ ഇശ്തറാഹു മിൻ മിസ്ർ. ഇങ്ങനെയാണ് ഓതിയത്. വഖാലൽ, അവിടെ ഇങ്ങനെ കൂട്ടി വായിക്കല് ശരി തന്നെയല്ലേ? കൂട്ടി വായന ശരി. വഖാലല്ലദീ, പിന്നെ അവിടെ നിർത്താതെ തോന്നുമ്പോൾ വഖാലല്ലദീ വഖാലല്ലദീ, അല്ലദീ എന്ന് പറഞ്ഞത് നിർത്തി ഓതിയതുകൊണ്ടാണ്. നിർത്തുന്നില്ല എങ്കിൽ വഖാലല്ലദീ വഖാലല്ലദീ ഇശ്തറാഹു മിൻ മിസ്ർ. റഅയിന് സുക്കൂന് മുമ്പ്, സുക്കൂന് അതിന് മുമ്പ് കസർ വന്നതുകൊണ്ട് മിസ്ർ എന്ന് പറയും. മിൻ മിസ്ർ, റഅയിന് തർഖീഖാക്കിയാണ് ഓതേണ്ടത്. അതല്ല ഓതിയത്. മിൻ മിസ്ര ലിംറഅതിഹി, ലി എന്ന് പറയരുത്. ലിംറഅതിഹി أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا. അവിടെ നിർത്തിയപ്പം വലത് എന്ന് പറയരുത്, വലദൻ എന്നും പറയരുത്. കാരണം എന്താണ്? തൻവീൻ ഫത്ഹിനെ നിർത്തേണ്ടത് വലദ. അത് ഓതി നോക്കി. വീഡിയോ സ്കിപ്പ് ചെയ്യുക, ഒന്ന് ഓതി നോക്കുക. വീഡിയോ ഒന്ന് സ്റ്റോപ്പ് ആക്കുക, എന്നിട്ട് ഓതി നോക്കുക. അങ്ങനെ തന്നെ അല്ലേ എന്നുള്ളത് ഓതി നോക്കുക. അഹദീസ് വരെ ഓതി നോക്കുക. وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث
അഹദീസ്. അവിടെ നിർത്തിയപ്പോൾ നീട്ടിയിട്ടല്ല ഓതിയത്. അഹദീസ് ദീസ്. കാരണം എന്താ, അവസാനം സുക്കൂൻ ചെയ്തു തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ മദ് ആരിത് വരും. അവിടെ ഏത് പദത്തിലാണെങ്കിലും അവസാനം നിർത്തുന്നതിൻ്റെ തൊട്ട് മുമ്പ് നീട്ടാനുണ്ടെങ്കിൽ അവിടെ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. അടുത്ത ഓതി നോക്കി. നീ പറയാൻ നിൽക്കണ്ട, ഓരോന്നും നീ സ്കിപ്പ് ചെയ്യുക, വീഡിയോ സ്റ്റോപ്പ് ആക്കുക, ഓതി നോക്കുക. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. വല്ലാഹു ഗാലിബുൻ അവിടെ ഇൽഹാർ ചെയ്തു. അലാ അംരിഹി അവിടെ നിർത്തുകയാണെങ്കിൽ അംരി, നിർത്തുന്നില്ലെങ്കിൽ അലാ അംരിഹി വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. മൂൻ നീട്ടിയിട്ടുണ്ടോ? രണ്ട് ശബ്ദമുള്ള നൂന് വന്നു, രണ്ടിടത്തും മണിച്ചിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ ആയത്ത് മുഴുവനായിട്ടും അല്ലെങ്കിൽ ഏകദേശം ശരിയായിട്ടുണ്ട് എന്നുള്ളവർ ഓക്കെ എന്ന് കമൻ്റ് അറിയിക്കുക. ഒന്നുകൂടി. അവിടെ എന്താ, നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂനോ ശബ്ദ വന്നാൽ നീട്ടുകയില്ല. അല്ലദീ എന്ന് നീട്ടാൻ വന്നു, പിന്നെയുള്ള ഉച്ചരിക്കുന്നത് ഇടയിൽ ഹംസത്തുൽ വസ്ൽ, അത് നമ്മൾ ഉച്ചരിക്കുന്നില്ല, അപ്പോൾ പരിഗണിക്കേണ്ടതില്ല. പിന്നെ ഷീനാണ്, ഷീന് സുക്കൂനാണ്. സുക്കൂനോ ശബ്ദോ വന്നാൽ നീട്ടുകയില്ല. മനസ്സിലുണ്ടല്ലോ. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث. അഹദീസ് എന്ന് പറയുന്നത് സ് എന്നല്ല, സീനല്ല, സ ആണ്. അഹദീസ്. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. ഈ ആയത്ത് പൂർണ്ണമായിട്ട് ഓതി വെക്കുക, ശരിയാണോ നോക്കുക. ولما بلغ أشده آتيناه حكما وعلما. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തൻവീൻ്റെ ശേഷം ഉച്ചാരണത്തിൽ വരുന്നത് വാവാണ്. ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരമാണ്. ഇദ്ഗാമും തൻവീനിൻ്റെ ശേഷമോ സുക്കൂളിന് നൂനിൻ്റെ ശേഷമോ നൗമിയിൽപ്പെട്ട നൂന്, വാവ്, മീമ്, യാ എന്നിവയിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ കൂട്ടി യോജിപ്പിക്കുക. ഇവിടെ ഓതിയത് ഈ രൂപത്തിലാണെങ്കിൽ ശരിയല്ല. ഹുക്മൻ വ ഇൽമ എന്നാണ് ഓതിയത് എങ്കിൽ ശരിയല്ല. പിന്നെ എങ്ങനെയാണ് ഓതേണ്ടത്? തൻവീൻ്റെ ശേഷം വാവ് വന്നാൽ വാവിലേക്ക് കൊടുക്കണം തൻവീന്. ഹുക്മ വാവാണ് മണിക്കേണ്ടത്. ഹുക്മൻ എന്ന് പറയുമ്പോൾ മീമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ മണിക്കൽ വരുന്നത്, അവിടെ ഇഖ്ഫാരി രൂപത്തിലേക്ക് പോകും. ഹുക്മ വ ഇൽമ. തൻവീൻ ഫത്ഹാണ്. നിർത്തുമ്പോൾ തൻവീൻ ഫത്ത് നിർത്തേണ്ടത് ഹുക്മ. അവിടെ നിർത്തുകയാണെങ്കിൽ അങ്ങനെ ഇൽമ എന്നുള്ളത് നിർത്തുകയാണെങ്കിൽ ഹുക്മ വ ഇൽമ. ഒരു നീട്ടൽ നീട്ടിയിട്ടാണ്, ചെറിയ ഒരു നീട്ടൽ നീട്ടിയിട്ടാണ് നിർത്തേണ്ടത്. പലരും ഈ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ അറിയാതെ എന്ത് ചെയ്യും, ഹുക്മ വ ഇൽമ ആ രൂപത്തിൽ നിർത്താൻ പാടില്ല. നിർത്തുന്ന സ്ഥലത്ത് എവിടെയും നീട്ടാനില്ല. കൂടുതൽ നീട്ടുന്ന സ്ഥലം മദ്ദിൻ്റെ ചിഹ്നമുള്ള സ്ഥലത്ത് വരെ നിർത്തുന്ന സമയത്ത് നമ്മൾ നിർത്തുമ്പോൾ അവിടെ പിന്നെ എന്ത് ചെയ്യൂല, നീട്ടുകയില്ല. സാധാരണ നീട്ടലേ നീട്ടുകയുള്ളൂ. വകദാലിക നജിസിൽ മുഹ്സിനീൻ. നജിസിൽ എന്ന് പറയുന്നത് നജിസിൽ
ولما بلغ أشده آتيناه حكما وعلما وكذلك نجزي المحسنين وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك وراودته التي هو في بيتها عن نفسه. ഒരു നൂനെ ഉച്ചരിച്ചിട്ടുള്ളൂ, കാരണം നൂനിൻ്റെ ശേഷം നൂന് വന്നു. നൗമി, നൂന്, വാവ്, മീമ്, യാ എന്നിവ അക്ഷരമാണെങ്കിൽ നേരെ അടുത്ത അക്ഷരത്തിലേക്ക് കൊടുക്കണം. അൻ നഫ്സി വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈത ലക് ഖാല മഅദല്ലാഹ്. അതല്ല നിർത്തിയത്. അല്ലാഹ് ഇന്നഹു റബ്ബി അഹ്സന മഥ്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. ഇന്നഹു റബ്ബി അവിടെ നിർത്തുകയാണെങ്കിൽ ഇന്ന് നിർത്താം. റബ്ബി എന്ന് പറഞ്ഞ് നിർത്തട്ടെ. മദ്ദുണ്ടല്ലോ, മദ്ദിൻ്റെ ചിഹ്നമുണ്ടല്ലോ, മദ്ദിൻ്റെ ചിഹ്നമുള്ളിടത്ത് നിർത്തുമ്പോൾ ആ മദ്ദ് ഒഴിവാകും. ഇന്നഹു റബ്ബി അഹ്സന മഥ്വായ ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. വലഖദ് ഹമ്മത് അവിടെ പഠിച്ചിട്ടുണ്ടോ നോക്കണം. വലഖദ് ഹമ്മത് ബിഹി നേരത്തെ പറഞ്ഞത് ഓർമ്മ ഉണ്ടാകണം. ഓതി നോക്കണം, അപ്പേ നമുക്ക് മനസ്സിലാവുള്ളൂ. വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ. പിന്നെയുള്ളത് ലൗലാ കഴിഞ്ഞിട്ട് ഓതിയ ശരി തന്നെയല്ലേ. ലൗലാ അർആ ബുർഹാന റബ്ബിഹി. അൻ റആ എന്ന് പറയരുത്, അൻ റആ എന്ന് പറയരുത്. നൂനിൻ്റെ ശേഷം സുക്കൂളിലെ നൂനിൻ്റെ ശേഷം ലാമ റഅ വന്നാൽ അൻ റ എന്ന് പറഞ്ഞാൽ അറ അല്ല അല്ല. അവിടെ നൂനേ ഇല്ല, ഇല്ലാത്തതുപോലെയാണ്. ഇദ്ഗാമും ബിലാഗുന്നയുടെ അക്ഷരമാണ് ലാമ റ. അർആ ബുർഹാന റബ്ബിഹി, റബ്ബിഹി എന്നാണ്. ഹാഇന് എപ്പോഴും ഹാത്ത ആയാലും ഹ ആയാലും എപ്പോഴും നിർത്തുമ്പം അവസാനം സുക്കൂനാണ് ചെയ്യേണ്ടത്. സുക്കൂണിലെ ഹ ആയിട്ട് മാറണം. ഹാത്ത ആണെങ്കിൽ സുക്കൂണിലെ ഹ ആയിട്ട് മാറും. ഹ ആയാലും പിന്നെ ഏതായാലും സുക്കൂൻ തന്നെ വരാം. كذلك لنصرف عنه السوء والفحشاء എന്നല്ല, ഒരു അംസ അവിടെ വരണം. വൽഫഹ്ശാ എന്ന് പറയുന്നത് വൽഫഹ്ശാ ഇന്നഹു മിൻ ഇബാദിനൽ മുഖ്ലസീൻ. ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. من عبادنا നാല് എന്ന് പറയുന്നത് മിൻ ഇബാദിനൽ. കാരണം നീട്ടാനുള്ള അക്ഷരത്തിന് ശേഷം സുക്കൂൻ വന്നു. അടുത്തായി വായിച്ചു ഓതി നോക്കി. വസ്തബഖൽ ബാബ എന്ന് വായിക്കരുത്. വസ്തബഖൽ ബാബ وقدت قميصه من دبر وألف يا سيدها لدى الباب
ഇവിടെ واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب لدى الباب قالت ما جزاء من أراد بأهلك سوءا അവിടെ നിർത്തുകയാണെങ്കിൽ ഇങ്ങനെ പറയുക من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم واستبق الباب وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجن أو عذاب أليم. 26 قال هي راودتني عن نفسي. നൂനിൻ്റെ ശേഷം നൂന് വന്നാൽ എന്ത് ചെയ്യണം? നൂന് വാവ് മീമയായി. ഈ 4 അക്ഷരത്തിൽപ്പെട്ട ഏത് വന്നാലും ഈ നൂനിനെ അടുത്ത നൂനിലേക്ക്, അടുത്തഞ്ഞ് മീമാണെങ്കിൽ മീമിലേക്ക്, അടുത്തഞ്ഞ് പിന്നെ വാവാണെങ്കിൽ ആണെങ്കിലും അതിലേക്ക് എന്ത് ചെയ്യാം? അന്ന എന്നുള്ളിടത്ത് മീമാണെങ്കിൽ അമ്മ, യ ആണെങ്കിൽ അയ്യ, മീമാണെങ്കിൽ അമ്മ, വാവാണെങ്കിൽ അവ്വ. ഈ രൂപത്തിലാണ് കൂട്ടി യോജിപ്പിക്കുകയും മണിക്കുകയും ചെയ്യേണ്ടത്. അൻ നഫ്സി വശഹിദ ഷാഹിദും കണ്ടില്ല, തെൻവീൻ്റെ ശേഷം മീം വന്നു. ഷാഹിദും മിൻ അഹ്ലിഹാ ഇൻ കാന ഖമീസുഹു ഖുദ്ദ മിൻ ഖുബുലിൻ فصدقت وهو من الكاذبين. قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين. صدق الله العلي العظيم. ഒരു പ്രാവശ്യം ഓതി നോക്കാം. وقال الذي اشتراه من مصر لامرأته أكرمي مثواه عسى أن ينفعنا أو نتخذه ولدا وكذلك مكنا ليوسف في الأرض ولنعلمه من تأويل الأحاديث والله غالب على أمره ولكن أكثر الناس لا يعلمون. ولما بلغ أشده آتيناه حكما وعلما وكذلك نجزي المحسنين. وراودته التي هو في بيتها عن نفسه وغلقت الأبواب وقالت هيت لك قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون. ولقد همت به وهم بها لولا أن رأى برهان ربه كذلك لنصرف عنه السوء والفحشاء إنه من عبادنا المخلصين. واستبق الباب وقدت قميصه من دبر
من دبر وألف يا وقدت قميصه من دبر وألف يا سيدها لدى الباب قالت ما جزاء من أراد بأهلك سوءا إلا أن يسجى أو عذاب أليم. ഇവിടെ മറ്റൊരു സാധ്യതയുള്ളത് ഇല്ല അയ്യുസ്ചന ച എന്നാകാൻ സാധ്യത, ച എന്നല്ല ജ എന്നാണ്. അയ്യുസ്ജന ഔ അദാബുൻ അലീം. قال هي راودتني عن نفسي وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت وهو من الكاذبين. صدق الله العلي العظيم. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ആസിയ എന്ന് പറയുന്ന സഹോദരി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. മകൻ്റെ ശമ്പളം ഒന്നും നിലവിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് പ്രയാസം പറഞ്ഞു. കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് അത് നാട്ടിൽ പുറത്തു പോയി നാടും വീടും കുടുംബവും ഒക്കെ വിട്ടിട്ട് ജോലി പോയി മാസങ്ങളോളം ജോലി ചെയ്ത് അവസാനം ശമ്പളം തരുന്നില്ല, അവിടെ നിന്നോട്ട് പോരാനും പറ്റുന്ന ഇങ്ങനത്തെ അവസ്ഥയൊക്കെ പലർക്കും ഉണ്ടാകുന്നതാണ്. അല്ലാഹു തആല അത്തരം പ്രയാസങ്ങളെ തൊട്ടൊക്കെ നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്ത് സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരിയുടെ മകൻ്റെ ശമ്പളം അത് കൊടുക്കാനുള്ള മാർഗ്ഗങ്ങൾ അല്ലാഹു തആല എത്രയും പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. ആരോ ഭാഗത്താണെങ്കിലും ആ തടസ്സങ്ങളൊക്കെ നീക്കി റാഹത്തായിട്ട് സന്തോഷത്തോടുകൂടെ ശമ്പളം വാങ്ങാനും വീട്ടിലേക്കൊക്കെ അയക്കാനും കുടുംബത്തെ വേണ്ടതുപോലെ പരിപാലിക്കാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ആയിഷ വടകരയിലുള്ള സഹോദരി ഹജ്ജിന് പോകാൻ ഉദ്ദേശമുണ്ട്, ഹജ്ജിൻ്റെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടണം, അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, നല്ല തീരുമാനമാണ്. നമ്മളൊക്കെ കഴിയുന്ന ആളുകൾക്ക് തീരുമാനം എടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. വേഗം പെട്ടെന്ന് സമയം ആയിട്ടുണ്ട്, തീരുമാനം എടുക്കാനുള്ള സമയമായിട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ എന്ത് ചെയ്യുക, അതിന് പോകാനുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ തന്നെ നടത്തുക. അല്ലാഹു തആല വഴികളൊക്കെ എളുപ്പമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടൊക്കെ എല്ലാ വഴികളും അല്ലാഹു തആല എളുപ്പമാക്കി അതിൻ്റെ മറ്റുള്ള പേപ്പറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ശരിയാക്കി നല്ല റാഹത്തായിട്ട് അത് കിട്ടാനൊക്കെ ഉള്ള തൗഫീഖ് അല്ലാഹു തആല അവർക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും അവർക്കും നമുക്കും നമ്മിൽ നിന്നൊക്കെ നമ്മോട് ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട്. റഹ്മാനെ റബ്ബ് എല്ലാവർക്കും ഈ തൗഫീഖ് നൽകണം. റഹ്മാനെ ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നതാണ് റഹ്മാനെ റബ്ബ് അതിനുള്ള സാമ്പത്തികമായിട്ട് ശാരീരികമായിട്ട് മറ്റുള്ള എല്ലാവിധ വഴികളും തുറന്നു നിന്ന് ഞങ്ങൾക്ക് റാഹത്തായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള ഷരീഫ് സിയാറത്തൊക്കെ ചെയ്ത് റാഹത്തായിട്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് തിരിച്ചു വരാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അതുപോലെ തന്നെ നബീസത്ത് എന്ന് പറയുന്ന സഹോദരി ആ ഒരു പേരിലുള്ള യൂട്യൂബിൽ പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. മകൻ്റെ വിവാഹം ശരിയാകാൻ വേണ്ടി പ്രത്യേകമായിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ റബ്ബേ അവരുടെ മകൻ്റെ ആ വിവാഹം എത്രയും പെട്ടെന്ന് നീ ശരിപ്പെടുത്തി കൊടുക്കണം റഹ്മാനുള്ള എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുത്ത് അനുഗ്രഹിക്കണം റഹ്മാനെ. നല്ല ഖൈറായ വധുവിനെ നൽകി അനുഗ്രഹിക്കണം റഹ്മാൻ. അതുപോലെ തന്നെ വിവാഹപ്രായമെത്തിയ സഹോദരന്മാരുടെ നല്ല ഖൈറായ അനുയോജ്യമായ നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റഹ്മാനെ റബ്ബെ ഞങ്ങൾ എല്ലാ കാര്യവും നീ ഏറ്റെടുത്ത് നീ സലാമത്തിലാക്കണം റഹ്മാനെ, ഇസ്സത്തിലാക്കണം റഹ്മാനെ, നീ ഐശ്വര്യത്തിലാക്കണം റഹ്മാനെ. നീ എല്ലാ നിലക്കും ബറക്കത്ത് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങൾ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആമീൻ നബി റഹ്മത്തിക്ക് യാ അർഹമർ റഹീമീൻ. താല്പര്യമുള്ളവരൊക്കെ നമ്മുടെ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ ആളുകളിലേക്ക് കുടുംബ ഗ്രൂപ്പുകളിലേക്കൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുക.